അങ്ങനെ ഇവിടെ ടിന്ന് അവന്റെ ഫ്രണ്ട്സിനൊപ്പം ബാറിൽ ഇരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് നിന്റെ മുത്തശ്ശി മലമുകളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയാണെന്ന് കേട്ടല്ലോ. സത്യമായിട്ടും നീ അവളെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും അവളെയൊക്കെ വിവാഹം ചെയ്യില്ല. ഗു ഫാമിലിയിൽ വരാനുള്ള യോഗ്യതൊന്നും അവൾക്കില്ല എന്ന് ടിന്ന് പറയുന്നത് കേട്ട് അവൾ അവിടേക്ക് കടന്നു വരുന്നു. വെൻഷിയെ കണ്ട ടിന്നിന്റെ ഫ്രണ്ട്സ്, ഇതാണോ നീ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി? അവൻ മിണ്ടാത്തോണ്ട് തന്നെ അതെ ഞാനാണ് എന്ന് പറഞ്ഞ് ടിന്നിനോട് അർദ്ധരാത്രിയാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് പോകാനായി പറഞ്ഞു. കാരണം 24 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ മരിക്കും. എന്നാൽ ടിന്ന് അവളെ ഒട്ടും ഇഷ്ടമല്ലാത്തതിനാൽ ഇന്ന് രാത്രി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. നീ പറഞ്ഞത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇന്ന് രാത്രി എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്നവൻ ചോദിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അവൾ പറഞ്ഞതും, അവസരം മുതൽ വന്നത് കാരണം മുത്തശ്ശി കണ്ടെത്തിയ നിന്നെ എൻഗേജ്മെന്റിന് മുന്നേ എന്റെ വീട് വിട്ട് പോയിരിക്കണമെന്ന് അവൻ പറയുന്നു. അവരുടെ തർക്കം കണ്ട് ടിന്നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഫോൺഷു അവന്റെയും ഫ്യൂച്ചർ എന്താണ് നടക്കാൻ പോകുന്നത് ഗസ് ചെയ്യാൻ പറയുമോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ, നോക്കുന്നതിൽ ക്യാഷ് തരണം. കാൽക്കുലേഷൻ തെറ്റിയാൽ നിങ്ങൾ തന്ന അതേ ക്യാഷ് തിരിച്ചു തരുമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു. അതിനവൻ സമ്മതിച്ച് ക്യാഷും കൊടുക്കുന്നു. എന്നിട്ട് അവൾ ബാഗിൽ നിന്ന് പ്രീ ഹെവൻ ബാങ്കും എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് താഴെ ഇടാനായി പറഞ്ഞു. അവൾ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി നോക്കുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഫോർച്യൂൺ മരിക്കും. പക്ഷെ ഒരു നോബൽ പേഴ്സൺ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും. പറയുന്നത് കേട്ട് നിന്നവർ ചിരിക്കുകയാണ്. ആ നോബൽ പേഴ്സൺ നീയല്ലെന്ന് ഫോർച്യൂൺ ചോദിക്കുമ്പോൾ, അതെ, നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു? പക്ഷെ ഇതെല്ലാം ഒരു തമാശയായിട്ട് മറ്റുള്ളവർ കണ്ടു ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ ഫോർച്യൂണും മുടിയും ബർത്ത് ഡീറ്റെയിൽസും ചോദിച്ചെടുക്കുന്നു. അതേസമയം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോൾ വരികയാണ് ഫോർച്യൂണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ഫോർച്യൂൺ പോകുന്നു. ഫോർച്യൂണ് സത്യത്തിൽ ആർമിയിലാണ് ജോലി. അവൻ പോകുന്ന വഴി ഇത്രയും ദൂരം നിന്ന് എന്നെങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ കഴിയും? അതും എന്റെ മുടിയും ബർത്ത് ഡേറ്റും വെച്ച് ഇത് ശരിക്കും വർക്കാകുമോ എന്ന് ചിന്തിക്കുന്നു. ഇവിടെ അവൾ ടിന്നിന് പറഞ്ഞ സമയം കഴിയാറെ പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവളും അവനോടൊപ്പം കാറിൽ കയറുന്നു. ശേഷം വീട്ടിലേക്ക് പോകും മുന്നേ അവനെ കൊല്ലാനായി വന്ന ഒരാളെ പിടികൂടി വെച്ചിരിക്കുകയാണ്. അയാളോട് ആരാണ് നിന്നെ വിട്ടതെന്ന് ചോദിക്കുന്നു. എന്നാൽ അയാളൊന്നും പറയാത്ത പക്ഷം അയാളെ അടിക്കാനായി ഗാർഡ്സിനോട് ഏൽപ്പിക്കുന്നു. എന്നാൽ അവൾ ഞാൻ അയാളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് കയ്യിലൊരു ബോൾ എടുത്ത് അയാളെ കൊണ്ട് തന്നെ പേര് പറയിപ്പിക്കുന്നു. അങ്ങനെ വീട്ടിലവർ എത്തുമ്പോൾ ടിന്നിനെ കൊല്ലാനായി ഒരാൾ തോക്കുമായി നിൽക്കുന്നുണ്ടായി. പക്ഷേ ഇവർ അതൊന്നും ശ്രദ്ധിക്കാതെ വരുന്നു. അപ്പോഴേക്കും അവന്റെ അനിയൻ ഓടി വന്ന്, ചേച്ചി, ചേട്ടൻ എന്താ വൈകി വന്നതെന്ന് ചോദിക്കുന്നു. അവന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല അവളെ ചേച്ചിയെന്ന് വിളിച്ചത്. അതുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ച് ചേച്ചിയാണ് ഇന്നെന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് അവളോട് സ്നേഹം പ്രകടനം കാണിക്കുമ്പോൾ, അവൻ നിന്നെ ചേച്ചിയെന്ന് വിളിക്കുന്നത് കണ്ട് അധികം പൊങ്ങാൻ നിൽക്കണ്ട, ഒരിക്കലും നീ എന്റെ ഭാര്യ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവൻ അപകടത്തിലാണെന്ന് വെൻഷിക്ക് മനസ്സിലാവുകയും ടിന്നിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ ഉടനെ അവന് വെടിയേക്കുകയാണ്. എന്നാൽ അവൾ ആ ഒരു ടൈം വീണ്ടും റിവൈൻഡ് ചെയ്ത് അവനെ കൂട്ടി തല താഴ്ത്തുകയാണ്. വെടിയും അവർക്ക് തലയ്ക്ക് മുകളിൽ പോയി. അപ്പോഴാണ് ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവന് മനസ്സിലാകുന്നത്. എന്നാൽ വെൻഷി ആ സമയത്ത് തലം കറങ്ങി വീഴുന്നു. ഉടനെ അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യും.